ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സോയാബീൻ റൈസാണേ. അതിനു വേണ്ടി ഞാനിവിടെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ സവോള നീളത്തിൽ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, ക്യാരറ്റ് ഒരെണ്ണം എടുത്തു നീളത്തിലരിഞ്ഞത്. നമ്മുടെ വീട്ടിൽ നമുക്കിതിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം. ബീൻസ് ഉപയോഗിക്കാം, നമ്മുടെ കാബേജ് എല്ലാം ഇടാം. ഞാൻ ഇതിൻ്റെ അകത്ത് അധികമൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കെച്ചപ്പ് ചേർക്കണം, സോയാ സോസ് ചേർക്കണം. ഇതെല്ലാം ഒരു കൈയളവാണ്, എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ ഓയാസ് സോസ് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ചിലർക്ക് ഇതിൻ്റെ സ്മെൽ ഇഷ്ടമല്ല, ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പെപ്പർ സോസ്, അതും ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർക്കാം. അതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലൊന്ന് മിക്സായി വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ നമ്മുടെ സോയ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എണ്ണയിലൊന്ന് വറുത്തെടുത്താൽ മതി. അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 മുട്ട ഒന്ന് ചിക്കി ഇടുന്നത് നല്ലതായിരിക്കും. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മൈസൂർ മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ സാധാരണ മല്ലിയില കിട്ടത്തില്ല. അതിന് വരെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മൈസൂർ മല്ലിയിലയാണ്. അത് ചേർത്തു, കുറച്ച് ബട്ടറും ചേർത്ത് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക, നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം നമുക്കിതിൻ്റെ കൂടെ സലാഡോ അച്ചാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.